പ്രേയർ പാടട്ടെ. ഓക്കെ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിലാകേണമേ, നല്ല വാക്കിന്റെ ശീല ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എന്നെ കാതിനിണയാകണേ, സത്യമായുള്ള ശീലമോടെന്നെ ശാന്തി അറിയണമേ. ഭൂമി അമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബിന്ദുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമെന്നൊന്ന പാഠമൊന്നെന്ന് മനസ്സിലെഴുതേണമേ. താങ്ക് യു മാം. Good morning, ma'am. Good morning, everyone. Today, I would like to say the words of great Maria Montessori. The greatest gifts we can give our children are the roots of responsibility and the wings of independence. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നത് ഉത്തരവാദിത്തത്തിന്റെ വേരുകളും സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളുമാണ്. ആൻഡ് ദിസ് ഈസ് അമൃത. താങ്ക് യു. ക്ലാസ്സിലേക്ക് വരാം. സൈനിങ് വേറെ ഇല്ലല്ലോ. ഓ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ അല്ലേ? യെസ് മാം. പേജ് നമ്പർ 114. ഡീവിയേഷൻ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല മാം, അതായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. മാം, ഡീവിയേഷന്റെ ഇൻട്രസ്റ്റ് ബട്ട് ഹീസ് നെസസിറ്റി മീറ്റ് വരെ പറഞ്ഞായിരുന്നു. താങ്ക് യു മാം. ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ലൈൻ ഓഫ് വർക്കിൽ നിന്ന് അല്ലെങ്കിൽ നോർമൽ ലൈനിൽ നിന്ന് നമ്മൾ എന്താ പറയാ ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന അവസ്ഥേനെയാണ്, നമ്മൾ മാറിപ്പോകുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീവിയേഷൻ എന്ന് പറയുന്നത്. അത് ഡീവിയേഷൻ ഏതൊരു വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ ഒരു കുട്ടീനെ സംബന്ധിച്ച് പ്രീ സ്കൂൾ ചിൽഡ്രൻസിൽ കോമൺ ആയിട്ട് 6 ഇയേഴ്സിൽ ഡീവിയേഷൻ നോർമലി സംഭവിക്കുന്നതാണ്. ഈ തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസ്, അത് നാച്ചുറൽ ഡെവലപ്മെന്റ് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ഒക്യൂർ ചെയ്യുന്ന ഇവന്റ്സ് ആണ് എന്ത്, ഡീവിയേഷൻ എന്ന് പറയുന്നത്. മേ ബി ഡീവിയേഷൻസ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ബട്ട് നമ്മൾ ഡീവിയേഷൻസ് കറക്റ്റ് ടൈമിൽ ഐഡന്റിഫൈ ചെയ്യുകയും അത് ഓവർകം ചെയ്യുകയുമാണ് വേണ്ടത്. ഇപ്പോ നമ്മളിപ്പോ നിങ്ങളെല്ലാവരും എത്ര പേരുണ്ട്? 14 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാല് 12 സ്റ്റുഡൻസ്. അതിൽ ഇപ്പൊ എല്ലാവരും നമ്മൾ ഈ പറയുന്ന ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ളവരൊന്ന് തമ്പയസേ, ഞാൻ പറയുന്ന ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് തമ്പയസേ. ഓക്കെ, ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വേറെ എന്തെങ്കിലും ചിന്തകൾ വന്നവരുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും പാചകം ചെയ്യുന്നതിന്റെയോ അല്ലെങ്കിൽ വന്നവരുണ്ട്, വന്നിട്ടുണ്ട്. അത് നോർമലി സംഭവിക്കുന്നതാണ്. അതാണ് ഡീവിയേഷൻ. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഒരു സ്ഥലത്തും മനസ്സ് മറ്റൊരു സ്ഥലത്തും ആകുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീവിയേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട്, നമ്മൾ ടേം എക്സാം ഒക്കെ കഴിഞ്ഞവരല്ലേ, അപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് ബുക്കൊക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷെ പഠിക്കാൻ ബുക്ക് എടുത്ത സമയത്തായിരിക്കും നമ്മളുടെ മൈൻഡിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നത്. നമ്മൾ ചിന്തിച്ച് ഒരുപാട് കാട് കയറും ഇല്ലേ? ബുക്ക് എടുത്ത എന്റെ ഒരു എന്താ പറയുന്നത്, എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, ഞാൻ ബുക്ക് പഠിക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഡീവിയേറ്റഡ് ആവാൻ തുടങ്ങും. കാരണം പഠിക്കാൻ വേണ്ടി ബുക്ക് എടുക്കുന്നത് എന്റെ ചിന്തകളിലേക്ക് ഞാൻ മുഴുകുന്നു. എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടും. അപ്പൊ അതൊരു കൈൻഡ് ഓഫ് എന്താണ്, ഡീവിയേഷൻ ആണ്. നമ്മൾ വിചാരിക്കണം, എന്റെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്ത് തുടങ്ങി, ഞാൻ ഈ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിന്തിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഞാൻ എന്താ പറയുക വിചാരിക്കുന്ന വെച്ചാൽ എഴുതി നോക്കും. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, എഴുതി നോക്കും. സോ അപ്പൊ ആ സമയത്ത് എന്റെ ഹൈ ആൻഡ് കോർഡിനേഷൻ വന്നിട്ടുണ്ട്. സോ അപ്പൊ എനിക്ക് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടും. സോ അപ്പൊ ആ വർക്കിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മളും അതേപോലെ തന്നെയാണ്. മേ ബി ടി വി കണ്ടുകൊണ്ട് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് ഇല്ലേ? ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ചിന്തിച്ചു പോകും. ഓക്കെ, അപ്പൊ അത് ചെറിയ ചെറിയ ഡീവിയേഷൻസ് ആണ്. ഇപ്പോ കുട്ടികളിൽ നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികള് എന്താ പറയാ, അവര് കളിക്കുന്നതാണല്ലോ, അവർ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് അവരൊരു എന്താ പറയാ ഒറിജിനൽ ആയിട്ട് ഇല്ലാത്ത കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ അവരെന്ത് ചെയ്യും, പ്ലേ ചെയ്യും. അത് നോർമൽ ആണ്. അവരുടെ ഇമാജിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമൽ ആണ്. പക്ഷെ അത് അവർ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം അവരുടെ കൂടെ ഉള്ളത് പോലെയും അവരോട് എപ്പോഴും സംസാരിക്കുന്ന പോലെയും ചിലപ്പോൾ പാവക്കുട്ടിയായിരിക്കും. ആ പാവക്കുട്ടിക്ക് ഒരു പേര് കൊടുത്തിട്ട് ആ പാവക്കുട്ടിനെ വിട്ട് മാറി നിൽക്കില്ല, അല്ലെങ്കിൽ പാവക്കുട്ടിയുടെ ഒപ്പം എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നു, അത് ക്ലാസ്സിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ഇതെല്ലാം എന്താണ്, ഒരു കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണ്. ഓക്കെ, ചില കുട്ടികളിൽ അങ്ങനെ വരാറുണ്ട്, ഡീവിയേഷൻസ് സംഭവിക്കാറുണ്ട്. ഈ ഡീവിയേഷൻസ് മെയിൻലി ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ലവ്, അറ്റൻഷൻ കിട്ടാതെ വരുമ്പോൾ, പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് സ്നേഹവും അവരുടെ അറ്റൻഷനും കിട്ടാതെ വരുമ്പോഴാണ് കുട്ടികൾ മെയിൻ ആയിട്ട് ഡീവിയേറ്റ് ആകുന്നത്. നമുക്കറിയാം, കുഞ്ഞു മക്കളാണ്, അവർക്ക് നമ്മളുടെ കെയറും അറ്റൻഷനും കിട്ടേണ്ട ഒരു ഏജ് ആണ് ഇത്. ഒരു 3 years വരെ. 3 years വരെ നമ്മൾ ഫുൾ അറ്റൻഷൻ വേണം. പിന്നെ 3 to 6 years വരെ നമ്മളുടെ കെയറും അറ്റൻഷനും കൂടി വേണം. എന്നാലാണ് അവരുടെ ബേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ചൈൽഡായിട്ട് മാറുക. അല്ലെങ്കിൽ അവർ എന്തായാലും ചാൻസ് ഉണ്ട്, ഡീവിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കുട്ടികളെ എന്താണ്, ഡീവിയേറ്റ് ആവാതിരിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടത് ആരാണ്, നമ്മള് പാരന്റ്സ് ആണ്. ഓക്കെ, പാരന്റ്സും ടീച്ചേഴ്സും ആണ്. സോ അവരുടെ ഒപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പൊ മേ ബി കുട്ടികളിൽ ചിലപ്പോൾ നമ്മളിപ്പോ ചില ഫാമിലീസിൽ പാരന്റ്സ് സെപ്പറേറ്റ് ആയിരിക്കും, മേ ബി സിംഗിൾ പാരന്റ്സ് ആയിരിക്കും. അങ്ങനെ വരുന്ന കുട്ടികളിൽ ഈ ഡീവിയേഷൻ കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് കുട്ടിയുടെ പ്രശ്നം, നമ്മളുടെ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല, വർക്കൊന്നും ചെയ്യുന്നില്ല, സ്വപ്ന ലോകത്താണ്, നമ്മൾ പറയുന്നൊന്നും അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അവരെന്താ പ്രശ്നം, നമ്മൾ അവരെ നല്ല രീതിയിൽ അവരോട് ഫ്രണ്ട്ഷിപ്പ് ആയി തന്നെ ബിൽഡ് ചെയ്യാം. പിന്നെ അവരുടെ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് സോൾവ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു ഗവൺമെന്റ് ജോലിയുടെ കിട്ടിയ ഒരു അമ്മ കുട്ടീനെ വിട്ടു പോയപ്പോ അവന് ഭയങ്കരമായിട്ട് ഡീവിയേറ്റഡ് ആയ ഒരു കാര്യം പറഞ്ഞോ? അതെ, ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി നല്ല സ്മാർട്ടാണ്, നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. KG സെഷനിലൊക്കെ വെച്ച് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തിരുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. KG സെഷനിലാണ് ഞാൻ അവനെ കാണുന്നത്. അപ്പൊ നന്നായിട്ട് മാർക്കൊക്കെ സ്കോർ ചെയ്ത് നല്ല സ്മാർട്ടാണ്. എപ്പോഴും അവന്റെ അമ്മയുടെ ഒപ്പമാണ് വരുന്നതും പോകുന്നത്. അമ്മ രാവിലെ കൊണ്ടുവന്നാക്കുന്നു, പോകുന്നു. ഭയങ്കര ഒരു ബോണ്ട് നമുക്ക് തന്നെ കാണുമ്പോ. അമ്മയും കൊച്ചും തമ്മിൽ നല്ല ആൺകുട്ടിയാണ്, നല്ല ബോണ്ടാണ്. അച്ഛൻ പോലീസിലാണ്. അപ്പൊ കുട്ടീനെ കൊണ്ടുവന്നാക്കിയതിനു ശേഷം വീട്ടിൽ വെറുതെ ഇരിക്കാറുണ്ടല്ലോ അപ്പൊ അമ്മ ചേച്ചി. അപ്പൊ അത് എന്ത് വെച്ചാൽ PSC കോച്ചിങ്ങിന് പോയി തുടങ്ങി. PSC കോച്ചിങ്ങിന് പോയി ഒരു 3 വർഷത്തോളം, 3 വർഷത്തോളം എന്താണ് PSC കോച്ചിങ്ങിന് പോയിരുന്നു. അത് കഴിഞ്ഞപ്പോ അതിന് ജോലി കിട്ടിയത് സെക്രട്ടേറിയറ്റിലാണ്. 2 ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ജോബ് കിട്ടിയത് സെക്രട്ടേറിയറ്റിലാണ്. അപ്പൊ കുട്ടീനെ വിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു, അമ്മയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു.
സോ ആദ്യമായിട്ടാണ് അവരെ വിട്ട് അവന്റെ അമ്മ മാറി നിൽക്കുന്നത്. ആ സമയത്ത് അച്ഛനാണെങ്കിൽ വേറൊരു സ്ഥലത്തായിരുന്നു പോസ്റ്റിങ്. സോ രണ്ടുപേരുടെയും കെയർ കിട്ടാതെ ഒരു വർഷത്തോളം അവൻ വളർന്നതായിട്ട് വന്നു. ആ സമയത്ത് എന്ന് വെച്ചാൽ അവന്റെ സ്വഭാവം ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. എന്ത് പറഞ്ഞാലും ദേഷ്യം, നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ ശത്രുക്കളെ പോലെയാ കാണുന്നത്. അതേപോലെ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, അവന്റെ തന്നെ തിങ്സും കാര്യങ്ങളും നശിപ്പിക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്ക് പോയി. അപ്പൊ ഞങ്ങള് ഈ ചേച്ചിനെ എനിക്ക് പേഴ്സണലി അറിയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അവന് അമ്മ അടുത്തില്ലാത്തതിന്റെ വിഷമാണ് അന്ന് കൂടെ നിൽക്കാനായിട്ട് പറ്റും. അപ്പൊ ഒരു വർഷത്തേക്ക് എന്തായാലും ട്രാൻസ്ഫർ കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി ഒരു വർഷം കഴിഞ്ഞപ്പോ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയി. എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോൾ രാവിലെ പോകുന്നു. രാവിലെ ഒരു 7 മണിക്ക് പോകണം. വൈകുന്നേരം വരുമ്പോ ഒരു 6 മണി 7 മണിയൊക്കെ കഴിയും. എന്നാലും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവന്റെ ഈ അഗ്രസീവ്നെസ്സും കാര്യങ്ങളൊക്കെ എന്നാലും ഉണ്ടായിരുന്നു. പിന്നീട് ആ ചേച്ചിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പൊ അവൻ ഇപ്പൊ വീണ്ടും പഴയ പോലെ എന്താണ് അമ്മയും മോനും കൂടെ എപ്പോഴും ഒരുമിച്ച് വണ്ടിക്ക് പോകണം. നല്ല സന്തോഷമായിട്ടിരിക്കണം. എന്നുവെച്ചാല് ടീച്ചർമാർ തന്നെ പറയുന്നുണ്ട് നല്ല കുട്ടിയായിട്ടുണ്ട്, പണ്ടത്തെ ആ ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ മാറി നല്ലൊരു കുട്ടിയായിട്ടുണ്ട്. ഇന്ന് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കും. ആദ്യമൊക്കെ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുമായിരുന്നു. ഈ ഡീവിയേഷന്റെ സമയത്ത് അവന് മാർക്ക് ഭയങ്കര വീക്കായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും അവൻ നല്ല മാർക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ എപ്പോ വേണമെങ്കിലും നമുക്ക് ഡീവിയേഷൻസ് സംഭവിക്കാം. സോ ഡീവിയേഷൻ നമ്മൾ റിക്കവർ ചെയ്ത് കൊണ്ടുവരാ എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി, നമ്മൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടി. നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് അവൻ ഡീവിയേറ്റഡ് ആണെന്ന് മനസ്സിലാവാനുള്ള കാരണം എന്താണെന്ന് ബാക്കി ടീച്ചർമാരെല്ലാവരും പറഞ്ഞു അവൻ അങ്ങനെയാണ്, അവന്റെ ക്യാരക്ടർ അങ്ങനെയാണെന്നാ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവാൻ കാരണം അവൻ KG സെഷനിൽ നല്ല സ്മാർട്ടും നല്ല ഇന്റലിജന്റ് ആയിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഈ ടൈമിൽ അമ്മ അടുത്തില്ലാതെ വന്ന സമയത്താണ് ഈ ഒരു സംഭവം വന്നത്, ഈ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അതൊരു കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണ്. ഞാൻ ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. ആ കുട്ടിയുടെ അമ്മേനോട് പറഞ്ഞു കൊടുത്തു ഇന്നതാണ് അവൻ ആ ഒരു വിഷമവും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്. അവൻ ഗ്രാൻഡ് പാരന്റ്സിനോട് വരെയും ഭയങ്കരമായിട്ട് ദേഷ്യത്തോടു കൂടിയായിരുന്നു. അത്രയും നാള് ഭയങ്കര കെയറോട് കൂടി നോക്കി ഗ്രാൻഡ് പാരന്റ്സ് ആണ്, അവരോട് വരെ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാ പെരുമാറിയത്. അപ്പൊ അത് എല്ലാവർക്കും അതൊരു വിഷമമായി. അപ്പൊ ഡീവിയേഷൻസ് എപ്പോ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. അതേപോലെ തന്നെ നമുക്ക് മെന്റൽ ഡീവിയേഷനും ഫിസിക്കൽ ഡീവിയേഷനും ഉണ്ട്. ഫിസിക്കൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഭയങ്കര മടിയൊക്കെ ഇരിക്കും. എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോ അയ്യോ എനിക്ക് ചെയ്യാനായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ലോക സിനിമ ഉണ്ടോ? അതിൽ ചന്തു സലിംകുമാർ ഇല്ലേ, അതിന്റെ ക്യാരക്ടർ ടൈപ്പ് ഓഫ് ഡീവിയേഷനാ. കാരണം ജസ്റ്റ് ആ ഒരു വാതിലൊന്ന് ക്ലോസ് ചെയ്യാൻ പറഞ്ഞപ്പോഴോ അല്ലെങ്കിൽ റിമോട്ട് ഒന്ന് എടുക്കാനോ അവന് ഒട്ടും പറ്റുന്നില്ല. എന്താണ് അത് ഫിസിക്കൽ ഡീവിയേഷന്റെ ഒരു റിസൾട്ടാണ്. കാരണം അവന് എന്താണ് അത് ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ മനസ്സ് അവന് വേണമെങ്കിൽ പോലും എന്താണ് അത് എടുക്കാനുള്ള ഒരു ഇതില്ല, ഇന്റൻഷൻ ഇല്ല. അത് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഡീവിയേഷൻ ആണ്. ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആ ഒരു ഉന്മേഷക്കുറവും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സ്മാർട്ട്നെസ്സും അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ മടിയാണ്, മാറി നിൽക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ ഡീവിയേഷൻ കുട്ടികളിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കുട്ടികളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നു. ഇപ്പൊ ഫോണില് നമുക്കറിയാലോ, ഫോണിൽ ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ് കുട്ടികളിൽ ഡീവിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഫോണും കമ്പ്യൂട്ടർ ഗെയിം ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികൾ പുറത്ത് പോയി കളിക്കുകയൊന്നുമില്ല. പുറത്ത് അവർ പ്ലേ ടൈംസ് ഒക്കെ കുറവാണ്. സോ അതെന്താണ് ഒരു കൈൻഡ് ഓഫ് ഡീവിയേഷൻ. പുറത്ത് പോയി കളിക്കാനൊക്കെ അവർക്ക് ഒരു താല്പര്യക്കുറവും കാര്യങ്ങളും, അതൊരു ഫിസിക്കൽ ഡീവിയേഷൻ ആണ്. ഓക്കെ, പിന്നെന്താ പറയാ, ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ കാര്യം പറയണം. ഫോൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ, ഒരു മെയിൻ ഏജ് ആണ്. ഇന്നത്തെ കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെ യൂസേജ് ഒരു കൈൻഡ് ഓഫ് ഡീവിയേഷനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കുട്ടികൾ ഇപ്പൊ ഈ ഉറങ്ങുന്ന സമയത്ത് പോലും അവരൊരു സ്വപ്ന ലോകത്തെ, കാരണം അവർ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കും. നമ്മൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടോ? അതന്നെ വിഷമം തോന്നും. കാരണം എന്താണ്, അവർ ഉറങ്ങുമ്പോ പോലും അവരെന്താണ് ആ ഒരു ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ് അവരുടെ മൈൻഡിൽ. അതുകൊണ്ടാണ് ഈ കൈ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. നമുക്കതൊരു ഡീവിയേഷൻ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യണം, ഫോൺ യൂസേജ് കുട്ടികളിൽ കുറച്ചുകൊണ്ട് വരണം. അത് നമുക്ക് അവർക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഫോണിന്റെ യൂസേജ് കുറയ്ക്കുക എന്നുള്ളത്. ഫോൺ എത്ര എന്താ പറയാ, ഫോണിന്റെ യൂസേജ് കുറയ്ക്കാൻ അത്രയും നല്ലതാണ് കുട്ടികൾക്ക്. പക്ഷെ ഫോണിന്റെ യൂസേജ് കുട്ടികൾ ആരെ കണ്ടാ പഠിക്കുന്നേ? അപ്പൊ ആരാണ് ഫോണിന്റെ യൂസേജ് ഫസ്റ്റ് കുറയ്ക്കേണ്ടത്? പാരന്റ്സ് ഫോണിന്റെ യൂസേജ് കുറച്ചു കഴിഞ്ഞാല് നല്ല കാര്യങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ പഠിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ വരുമ്പോൾ നമുക്ക് ഫോൺ കൊടുക്കാം. പക്ഷെ അല്ലാത്ത പക്ഷം കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കാം. കണ്ണിന്റെ പ്രശ്നം അപ്പൊ മെയിൻ ആയിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് ഐ പ്രോബ്ലംസ് എന്തോരാ. ചെറിയ കുട്ടികൾ വരെയും കണ്ണട വെക്കുന്നുണ്ട്. ചിലവര് TV
അടുത്തിരുന്ന് കണ്ട് അവരുടെ കണ്ണില് എന്താ പറയുക കണ്ണിൻ്റെതായ പ്രശ്നങ്ങള്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് മാക്സിമം ഈ മൊബൈൽ ഫോൺ കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്താം. ഒറ്റയടിക്ക് നീ ഇനി മുതൽ ഫോൺ കാണണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു വെക്കുകയല്ല വേണ്ടത്. പതിയെ പതിയെ നമ്മൾ ആ ഫോൺ ടൈം കുറച്ച് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ അവരെന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഫോൺ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് നോക്കുക. അപ്പൊ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസിന് ഇപ്പൊ സ്കേർട്ടിങ് അതേപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, അങ്ങനെ നമ്മൾ അവരെ അതിൽ ചേർക്കാം. അപ്പൊ അവർക്ക് ആ ഒരു ഫോൺ യൂസേജ് കുറഞ്ഞു വരും. ഓക്കെ. അപ്പം പിന്നെ വരുന്ന നമ്മളുടെ ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ് മെന്റൽ ഡീവിയേഷൻ. ഫിസിക്കൽ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഉന്മേഷക്കുറവൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മുടെ മനസ്സിന് ഭയങ്കര വിഷമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെടും, നമ്മള് ഡിപ്രഷനിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു? ഇല്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല, വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ ഒന്നും ചിന്തിച്ച് എന്തെങ്കിലും സ്വപ്ന ലോകത്തായിരിക്കും, അത് ഒരു കാര്യവും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് എന്താണ്, അങ്ങനെ വരുമ്പോ നമ്മൾ എന്താ ഒന്നും ചെയ്യില്ല. അപ്പൊ ഫിസിക്കൽ ഡീവിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കും. എന്നാൽ നമ്മുടെ മൈൻഡിന്റെ ഡീവിയേഷൻ, മെന്റൽ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മളുടെയും ഇൻക്ലൂഡിങ് അഡൾട്ട്സിന്റെ മെന്റൽ ഡീവിയേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പൊ മെന്റൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. മെന്റൽ ഡീവിയേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കൽ ഡീവിയേഷന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുട്ടികളിൽ വരുന്ന മെന്റൽ ഡീവിയേഷൻ, അവരുടെ മൈൻഡിന്റെ ഡീവിയേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്ന പോർഷൻ പറയുന്ന ഡീവിയേഷൻസ് ആണ്. കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ് ഇത് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഡിസ്കസ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. A deviation is formed in a character that will occur in child during the formative years, birth to 6 years, because of the obstacles or repression or obstruction to the natural development. ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു ടൈപ്സ് ഓഫ് ക്യാരക്ടർ ആണ്. ശരിക്കും ആ ഒരു ഡീവിയേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കില്ല. അവരുടെ ഡെവലപ്മെന്റ് ടൈമിൽ അവർ നേരിടുന്ന എന്തെങ്കിലും തടസ്സങ്ങളോ കാരണം അവരുടെ ക്യാരക്ടറിൽ വരുന്ന ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഡീവിയേഷൻ occurs when the child has the will to act but his movements are restricted. ഡീവിയേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു കാര്യം ചെയ്യണം എന്ന് ഉണ്ട്, പക്ഷെ അവന്റെ മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. അവനത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്തെങ്കിലും തിങ്സ് അവന് ആവശ്യമുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ അടുത്തിരിക്കുന്ന തിങ്സ് ആണ്, അത് വേണമെങ്കിൽ പോലും അവനത് എടുക്കാനോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനോ അവന്റെ മൂവ്മെന്റ്സ് അതിന്റെ റെസ്ട്രിക്റ്റ് ആണ്. മെയിൻ ആയിട്ട് മൂവ്മെന്റ്സിന് റെസ്ട്രിക്ഷൻസ് വരുമ്പോഴാണ് ഡീവിയേഷൻസ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഒന്നും ചെയ്യാതെ പ്ലേ ടൈംസ് ഒന്നുമില്ല, ഒരു ആക്ടിവിറ്റി ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത ഒരു കുട്ടിയാണെങ്കിൽ മേ ബി ആ കുട്ടി ഡീവിയേറ്റഡ് ആണ് എന്ന് തന്നെ നമുക്ക് ഉറച്ചു പറയാനായിട്ട് പറ്റും. When he got interest but his necessity met, അവൻ എപ്പോഴാണ് ഇൻട്രസ്റ്റ് വരുന്നത്, അത് അവൻ അത്രയും അത്യാവശ്യമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അത്രയും നെസസറി ആവുമ്പോൾ മാത്രമാണ് അത് വേണമെന്ന് തോന്നുന്നത്. The will of the adult is altered. നമുക്കറിയാലോ നമ്മളുടെ വില്ല്, മുതിർന്നവരുടെ ഇഷ്ടങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. This is when the parents do not allow the child to improve his personality. ഇപ്പൊ എനിക്ക് നല്ല പരിചയത്തിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ പെൺകുട്ടിയാണ്. ആദ്യം ആ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസിനെ കൊണ്ടുവന്ന് ചേർത്തു. ക്ലാസിക്കൽ ഡാൻസിനെ കൊണ്ടുപോയി ചേർത്തു. അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തു. ക്ലാസിക്കൽ ഡാൻസ് 1.5 വർഷത്തോളം ക്ലാസിക്കൽ ഡാൻസ് പോയി. അത് കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് എന്ത് തോന്നി, ഇൻട്രസ്റ്റ് മാറി. എന്തെങ്കിലും കരാട്ടെ, പെൺകുട്ടികൾ കരാട്ടെ പഠിക്കാന്ന് പറഞ്ഞ് കരാട്ടെ ആക്കി കൊണ്ടുവന്ന് ചേർത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഞാൻ കേട്ടു വയലിൻ പഠിപ്പിക്കാൻ വിട്ടു തുടങ്ങിയെന്ന്. അപ്പൊ ഈ അഡൾട്ടിന്റെ അമ്മയുടെ ഇഷ്ടത്തിനാണ് അവിടെ കുട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കുട്ടിയുടെ ഓൺ പേഴ്സണാലിറ്റി, അവർക്ക് സ്വന്തം ഇഷ്ടം അവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ നമ്മൾ അഡൾട്ട്സിന്റെ ഇഷ്ടത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കുട്ടിയുടെ ഇഷ്ടമായിരുന്നു. കുട്ടിക്ക് ഡാൻസ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഡാൻസ് പെർഫോം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമായിരുന്നു. എന്നോട് പറയുകയൊക്കെ ചെയ്യും, ഇങ്ങനെ ഡാൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്, അങ്ങനെ പറയും, ഡാൻസ് കാണിച്ചൊക്കെ തരുമായിരുന്നു. പക്ഷെ അമ്മയുടെ ഇഷ്ടത്തിന് നിന്നപ്പോ എന്താണ്, അവന്റെ ആ പേഴ്സണാലിറ്റി, അവന്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് അത് അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ഇപ്പൊ വയലിൻ പഠിക്കാൻ പോകുന്നുണ്ട്, പക്ഷെ പണ്ടത്തെ ആ ഒരു ഉന്മേഷമോ കാര്യങ്ങളോ ഒന്നും ആൾക്കില്ല. ശരിക്കും നമ്മൾ മുതിർന്നവർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, adult improves his personality
ഓൺ ദ ചൈൽഡ് ആൻഡ് ഓവർ പവർ ഹിം. അഡൽട്ട് എന്ത് ചെയ്യും? നമ്മളുടെ പേഴ്സണാലിറ്റി, മുതിർന്നവരുടെ പേഴ്സണാലിറ്റി കുട്ടികളുടെ പേഴ്സണാലിറ്റിയിലേക്ക് ഇമ്പോസ് ചെയ്യും. എന്നിട്ട് അത് അവരെ ഓവർ പവർ ചെയ്യും, വെച്ചാൽ കൂടുതലായിട്ട് അവരെ കൺട്രോൾ ചെയ്യും. ദ ചൈൽഡ് നീഡ്സ് എ ലവിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ്. എപ്പോഴും കുട്ടികൾക്ക് വേണ്ടത് ഒരു ലവിങ്, സ്നേഹത്തോടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണ്. വിത്തൗട്ട് ഹിസ് പേഴ്സണാലിറ്റി വിൽ ബി ഡീവിയേറ്റഡ്. അവന്റെ പേഴ്സണാലിറ്റി ഡീവിയേറ്റ് ചെയ്യാതെ തന്നെ അവനെ സ്നേഹിക്കുന്ന, അവന് നല്ലൊരു കെയറിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് കുട്ടികൾക്ക് വളരാനായിട്ട് വേണ്ടത്. Montessori felt that deviation were not in the true of the child. നമ്മൾ മോണ്ടിസോറി ഐഡന്റിഫൈ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ റിയൽ ക്യാരക്ടർ അല്ല എന്ത് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അവര് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന എന്തോ ഒരു കോൺസ്ട്രക്ഷൻ തടസ്സം കാരണം അവർക്ക് വരുന്നൊരു ഒരു ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ അല്ല എന്ത് ഡീവിയേഷൻ എന്ന് മോണ്ടിസോറി ഐഡന്റിഫൈ ചെയ്തു. ഇനി ക്ലാസസ് ഓഫ് ഡീവിയേഷൻ ആണ്. ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ഡീവിയേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ക്ലാസസ് ഓഫ് ഡീവിയേഷനിൽ മെന്റൽ ഡീവിയേഷൻ ആർ ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ അറ്റ് ദ പീക്ക്. ഒരു വ്യക്തിയുടെ മെന്റൽ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവരുടെ പീക്ക് എക്സ്ട്രീം കേസിലേക്ക് വന്നാലേ ആ വ്യക്തിക്ക് മെന്റൽ ഡീവിയേഷൻ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ചില വ്യക്തികൾ അത്രയും നല്ലൊരു എന്താ പറയാ നല്ല കുട്ടിയെന്നൊക്കെ വിചാരിക്കും, പക്ഷെ എന്താ പറയാ പെട്ടെന്നായിരിക്കും അത് ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇതാകുന്നത്, പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. നമ്മളിപ്പോ ഏതൊരു കേസ് എടുത്ത് നോക്കിയാലും ചില വ്യക്തികൾ എന്താണ് നല്ല ക്യാരക്ടർ നല്ല കുട്ടികളൊക്കെ ആയിരിക്കും, പക്ഷെ പെട്ടെന്നായിരിക്കും അവന്റെ മൈൻഡ് മാറുന്നത്. കാരണം അവൻ മെന്റലി ഡീവിയേറ്റഡ് ആണ്. ആ ഒരു പീക്ക് സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അത് എന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു 6 മാസത്തിനുള്ളിൽ തന്നെയാണ് തോന്നുന്നുണ്ട് ഒരു കേസ് ഉണ്ടായില്ലേ, ഒരു മൂത്ത ആൺകുട്ടി വീട്ടില് ഉമ്മേനെയും അനിയനെയും പിന്നെ എന്തോ റിലേറ്റീവ്സിനെയൊക്കെ എന്താ പറയാ ഉപദ്രവിച്ചു, അതില് അനിയൻ മരിച്ചുപോയി എന്നൊക്കെ ഉള്ളത് കേട്ടില്ലേ? അതെന്താണ്? അവന് മെന്റൽ ഡീവിയേഷൻ സംഭവിച്ചതാണ്. പക്ഷെ ഈ മെന്റൽ ഡീവിയേഷൻ സംഭവിച്ചു എന്നുള്ളത് പാരന്റ്സ്, ബാക്കി റിലേറ്റീവ്സിനോ പാരന്റ്സിനോ ഫ്രണ്ട്സിനോ ഒന്നും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ആ ഒരു പീക്ക് സിറ്റുവേഷനിലേക്ക് വന്നപ്പോഴാണ് അവന്റെ ക്യാരക്ടർ അവനെ വിട്ടുപോയി, അവനിൽ ആ ഒരു എന്താ പറയാ വയലൻസും കാര്യങ്ങളൊക്കെ വന്നത്. സോ ഈ മെന്റൽ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ നമ്മളുടെ കേസ് ആണെങ്കിൽ നമ്മൾ സ്ത്രീകളുടെ കേസ് എടുത്താലും നമ്മളുടെ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ഈ ഡിപ്രഷൻ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ശരിക്കും ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് ഈ ഡിപ്രഷൻ വരുന്നതെങ്കിൽ പെട്ടെന്ന് ആർക്കും അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ശരിക്കും ആ സമയത്ത് നമുക്ക് നല്ല കെയറും സപ്പോർട്ടും കിട്ടേണ്ട ടൈമാണ് അല്ലെ? ആ കെയറും സപ്പോർട്ടും കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഡിപ്രഷനൊന്നും ഓവർകം ചെയ്ത് വരാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ ആ ഡിപ്രഷനിലേക്ക് തന്നെ പോകും. സോ നമുക്ക് ആ ഒരു മെന്റൽ ഡീവിയേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഒരു ഇപ്പൊ ഡിപ്രഷനിലൂടെ കടന്നു വന്നവരാണെങ്കിലും ആ ഒരു സമയത്ത് നമ്മളുടെ ഡീവിയേഷൻ, നമ്മുടെ ഡിപ്രഷൻ, നമ്മുടെ മനസ്സിന്റെ ചിന്തകളൊന്നും മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അപ്പോ നമ്മൾ കമ്പയർ ടു ഫിസിക്കൽ ഡീവിയേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് സം ടിപ്പിക്കൽ ലുക്സ് ഇൻ ഫിസിക്കൽ സ്ട്രക്ചർ. നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്കൽ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഉന്മേഷമില്ല, ഒരു ചെറുക്കില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഫിസിക്കൽ ഡീവിയേറ്റഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. പക്ഷെ മെന്റൽ ഡീവിയേഷൻ നമുക്കത് പ്രകടിപ്പിക്കില്ല അല്ലെ? മനസ്സ് നമ്മള് എന്താ പറയാ മനസ്സിന് വരുന്ന ടെൻഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഡിപ്രഷനും കാര്യങ്ങളൊന്നും മറ്റുള്ളവരായിട്ട് പ്രകടിപ്പിക്കണമെന്നില്ല. ഡീവിയേഷൻ ഫ്രം ദ മൈൻഡ് നോർമലി ഡസ് നോട്ട് എക്സിബിറ്റ് ഇറ്റ് സെൽഫ് ക്ലിയർലി. അപ്പോൾ നമ്മളുടെ മൈൻഡിന്റെ ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്യില്ല, എക്സിബിറ്റ് ചെയ്യില്ല. മുതിർന്നവരുടെ കേസ് ആണെങ്കിലും കുട്ടികളുടെ കേസ് ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ടു കാറ്റഗറൈസ് 3 മെയിൻ ക്ലാസസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ. എന്നിരുന്നാലും നമ്മൾ കുട്ടികളുടെ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3 ക്ലാസസ് ഓഫ് ഡീവിയേഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഡീവിയേഷനെ കുറിച്ചിട്ടാണ്. ഡീവിയേഷൻ എന്ന് പറയുന്നത് ആ നോർമൽ ലൈനിൽ നിന്ന് കുട്ടികൾ വ്യതിചലിച്ച് മറ്റൊരു ഇതിലേക്ക് പോകുന്നു, ഡീവിയേറ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷനെയാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അവരുടെ മനസ്സ് അവർക്ക് ആ മനസ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഒരു സ്ഥലത്തും മനസ്സ് മറ്റൊരു സ്ഥലത്തും ആകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീവിയേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോ ചില പാരന്റ്സ് എന്ത് ചെയ്യില്ല, പുറത്തൊന്നും വിട്ട് കളിക്കില്ല, കളിപ്പിക്കാനും നല്ലത് ചെയ്യില്ല. അവർക്ക് അവരുടെ മനസ്സിൽ എന്താണ്,
അവർക്ക് പുറത്ത് പോകണം, കളിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും ആഗ്രഹം. പക്ഷെ പാരന്റ്സ് എന്ത് ചെയ്യില്ല, അതിന് പെർമിഷൻ കൊടുക്കൂല. സോ എന്ത് ചെയ്യും, കുട്ടികളുടേതായ ഒരു ഇമാജിനേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്യും. അവരുടെ മനസ്സിൽ ഒരു ഇമാജിനേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ അവര് പുറത്തു പോയി കളിക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നൊക്കെ അവർ ഇമാജിൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഇമാജിനേഷൻ ഒരു പരിധി വരെ നല്ലതാണ്. ഓവർ ആയി കഴിഞ്ഞാൽ അതെന്താണ്, ഒരു കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ ഇമാജിനേഷൻ ഇപ്പോ ഒരു പരിധി വരെ എങ്ങനെയാണ്, ഓക്കെ ആണ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഡീവിയേറ്റഡ് ആണ്. നമ്മള് കുട്ടികൾക്ക് ഡീവിയേഷൻ നമ്മൾ കറക്റ്റ് ടൈമിൽ ഐഡന്റിഫൈ ചെയ്യും. അത് ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, നമ്മള് ടീച്ചേഴ്സിനും പാരന്റ്സിനും ഉണ്ട്. ഇനി നമുക്ക് ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസിന് 3 ക്ലാസ്സസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോട്ടി ചിൽഡ്രൻ, ഞാൻ ആദ്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടിയുടെ കാര്യം. അവൻ നോട്ടി ചൈൽഡ് ആയിരുന്നു. നോട്ടി ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നോട്ടിയാണ്, മറ്റുള്ളവർ ഉപദ്രവിക്കുക, അവരോട് ആരെങ്കിലും ദേഷ്യത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ സൗണ്ടിൽ അവർ സംസാരിക്കും. ഭയങ്കരമായിട്ട് സംസാരിക്കും എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മളെ വഴക്ക് പറയും. ഭയങ്കര ഷോർട്ട് ായിരുന്നു. ദേഷ്യം വരും പെട്ടെന്ന്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, കിക്ക് ചെയ്യുക, ബൈറ്റ് ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൻ ചെയ്യും. ഞാൻ അവന്റെ കേസ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസ് ഉള്ളത്. ക്ലാസ്സിലെ കുട്ടിയല്ല, അവനേക്കാൾ താഴ്ന്നൊരു ക്ലാസ്സിലെ കുട്ടിയുടെ കണ്ണിൽ കമ്പെറിഞ്ഞ് അവിടെ കൊള്ളിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവൻ മനഃപൂർവ്വം ആ കുട്ടിയോട് എന്തോ ദേഷ്യമുള്ള പോലെ അവളുടെ മുഖത്ത് തന്നെ, മുഖത്തുനിന്ന് കണ്ണിന്റെ തൊട്ടടുത്താണ് എറിഞ്ഞത്. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞങ്ങളിത് കൂടുതലായിട്ട് പാരന്റ്സിനോട് സംസാരിക്കേണ്ടതായിട്ട് വന്നത്. മുതിർന്നവർ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, മുതിർന്നവരോട് തർക്കുത്തരം പറയുന്നു. പിന്നെ ഭയങ്കര ഗ്രിഡി, ഭയങ്കര എന്താണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, മറ്റുള്ളവരോട് ഭയങ്കര ക്രൂവൽറ്റി, ഫ്രണ്ട്സിനോടാണെങ്കിൽ പോലും ഭയങ്കര ക്രൂവലായിട്ട് പെരുമാറുന്നു. ഫ്രണ്ട്സ് ആണ് അവരെ ഉപദ്രവിക്കുന്നു. അതേപോലെ അവന്റെ പെറ്റ് ഡോഗ് ഉണ്ടായിരുന്നു. പെറ്റ് ഡോഗിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. പക്ഷെ പിന്നീട് പോയിട്ട് അവൻ അതിനെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. എന്നാലും പെറ്റ് ഡോഗിനെ ഉപദ്രവിക്കാന്നൊക്കെ പറയുമ്പോൾ ബാഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓൾ ത്രൂ ബാക്കി എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് ഒക്കെയാണ്, പക്ഷെ നമുക്ക് ഭയങ്കര എന്താ പറയാ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ഇത് നോട്ടി ചിൽഡ്രന്റെ ക്യാരക്ടർ. നമുക്ക് എന്താ പറയാ, അവരെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എഫേർട്ട് കൂടുതൽ വേണ്ട വരും ഈ നോട്ടി ചിൽഡ്രൻസിനെ. നമ്മള് വേറൊരു കാറ്റഗറി, ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. കഴിഞ്ഞ കൊല്ലം തന്നെയാണ്, ഈ കൊല്ലം മാർച്ചിലൊക്കെ ആയിട്ട് നടന്നൊരു സംഭവം. മാർച്ച് ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട്, ഒരു ആൺകുട്ടീനെ അവന്റെ ഫ്രണ്ട്സ്, ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്, ഉപദ്രവിച്ച് എന്താ പറയാ കൊല ചെയ്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതെ, റീസെന്റ് ആയിട്ട്. അപ്പൊ ആ കുട്ടിക്ക്, ബാക്കിയുള്ള കുട്ടികളെല്ലാവരും ഏത് കാറ്റഗറിയാണ്? ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് ആണ്. കാരണം അവർക്ക് ഡീവിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്, എപ്പോഴോ ഡീവിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. വളർന്നു വരുന്ന ആ ടൈമിൽ ഏതോ സമയത്ത് ഡീവിയേഷൻ സംഭവിച്ചു. കാരണം നമ്മൾ സാധാരണ ലൈൻ അല്ലെങ്കിൽ തിങ്കിങ്ങിന്റെ സമയത്ത് ഒരാളെ നമ്മൾ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ള ചിന്തയൊന്നും മനുഷ്യന്റെ മനസ്സിലില്ല. പക്ഷെ അങ്ങനെ ഒരു ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവരെന്താണ്? ഡീവിയേറ്റഡ് ചിൽഡ്രൻ ആണ്. സോ ഇവരെ ഡീവിയേഷൻസ് പാരന്റ്സിനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ പോലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം എന്താണ് തോന്നുന്നത്, ആലോചിച്ച് നോക്കി. അതില് ചില കുട്ടികൾക്ക് 6A+, 7A+ ഒക്കെയാണ് എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോ. അപ്പോ ഈ കുട്ടികൾക്ക് എന്താണ്, ഡീവിയേഷൻ ഉണ്ടെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു കുട്ടിയുടെ എന്താ പറയാ, ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഡീവിയേഷൻ ആദ്യമേ ഇല്ലാണ്ട് പെട്ടെന്ന് ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ പോയി പെടൂലേ, അങ്ങനെ ഡീവിയേറ്റഡ് ആയി പോവാ കുട്ടികള്. അങ്ങനെയും ആവാം. നമ്മൾ ആ ഒരു അവരുടെ ചിന്തകള് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അങ്ങനെയും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അത് ഗ്രൂപ്പിൽ പെട്ടതൊന്നുമല്ല, അവരുടെ ആ ഒരു മൈൻഡ് അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നതെന്നാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് മനസ്സിലായത്. ദെൻ അവരങ്ങനെ വരുമ്പോ അവരെന്താണ്, അവർ ചെയ്യുന്ന പ്രവർത്തികൾ അവർക്ക് തന്നെ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. അതേപോലെ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ കുട്ടികൾക്ക്. നമുക്ക് നോക്കാം എന്താണ് നോട്ടി ചിൽഡ്രൻ എന്നുള്ളത്. ക്ലാസസ് ഓഫ് ഡീവിയേഷൻ ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോട്ടി ചിൽഡ്രനെ കുറിച്ചിട്ടാണ്. നോട്ടി ചിൽഡ്രൻ ആർ സ്ട്രോങ്, ബിഹേവ് വിത്ത് വയലൻസ് ടു ദ റോങ് ട്രീറ്റ്മെന്റ് ദേ റിസീവ്ഡ്. അവർ ഭയങ്കര നോട്ടിയാണ്, അവർ ഭയങ്കര സ്ട്രോങ്
ആണ്. പിന്നെ അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അവർക്ക് എന്തെങ്കിലും റോങ് ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് തിരിച്ചു വയലൻസ്, ആ ഒരു ദേഷ്യം ശരിക്കും പ്രകടിപ്പിക്കും. എങ്ങനെ അത് തീർക്കണം എന്ന് വെച്ചാൽ അത് അവരത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. These children have tantrum, kick, bite, defy adult. എന്നുവെച്ചാൽ കിക്ക് ചെയ്യും, ബൈറ്റ് ചെയ്യും, കടിക്കും, ഉപദ്രവിക്കും. അതേപോലെ മുതിർന്നവരെ എന്ത് ചെയ്യും, അവരനുസരിക്കില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ആർക്കുണ്ട്? നോട്ടി ചിൽഡ്രൻസിനുണ്ട്. ദേ ആർ ജനറലി ഗ്രിഡി, ഡിസ്ട്രക്റ്റീവ്, ക്രൂവൽ ടു അതേഴ്സ് ആൻഡ് അനിമൽസ്. മറ്റുള്ളവരോട് ഇതേപോലത്തെ ഗ്രിഡി ആയിട്ടുള്ള, ഡിസ്ട്രക്റ്റീവ് ആയിട്ട്, ക്രൂവൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും പെരുമാറുന്നത്. അവരുടെ ഫ്രണ്ട്സ് ആവട്ടെ, മറ്റു കുട്ടികളോടാവട്ടെ, അവരുടെ അനിമൽസിനെ പോലും അവർക്ക് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കണം എന്നൊക്കെ ഉള്ള ചിന്ത. ടോയ്സ്, ചില കുട്ടികൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോയ്സ് എന്ത് ചെയ്യും, നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അതിനെ കുത്തി നശിപ്പിക്കുക, അതൊക്കെ എന്താ പറയാ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. ഓൾ ത്രൂ ആക്റ്റീവ്, ദീസ് ചിൽഡ്രൻസ് ആർ ക്ലംസി ഇൻ ദയർ മൂവ്മെന്റ്സ്. അപ്പോ അവർക്ക് തന്നെ അവരുടെ മൂവ്മെന്റ്സിനെ എന്താണ് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു പവർ അവർക്ക് തന്നെ. പിന്നെ അവരുടെ മൂവ്മെന്റ്സ് ഫുള്ളും ക്ലംസി ആയിരിക്കും, വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ചിലവർക്ക് ദേഷ്യം വരുമ്പോ അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും കരയൊക്കെ ചെയ്യാം. പക്ഷെ ഇവരെന്തായും മറ്റുള്ളവർ ഉപദ്രവിക്കണം, അങ്ങനത്തെ ഒരു ചിന്തയിലേക്കായിരിക്കും അവർ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് ചെയ്യും, അവർ അടുത്ത നിമിഷം എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ആരുടെ, ഈ നോട്ടി ചിൽഡ്രൻസിന്റെ. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്നത് വീക്ക് ചിൽഡ്രൻ ആണ്. അവർ കാണുമ്പോൾ നല്ല അനുസരണമുള്ള കുട്ടികളൊക്കെയാണ് തോന്നും, നല്ല ഗുഡ് ചിൽഡ്രൻസ് ആണെന്നൊക്കെ തോന്നും. ബട്ട് അവര് മേ ബി ഡീവിയേറ്റഡ്. നമ്മൾ കാണുമ്പോൾ നല്ല കുട്ടികളാണെന്നൊക്കെ തോന്നും. ചില കുട്ടികളുണ്ടല്ലോ നല്ല അനുസരണമുള്ള കുട്ടികളാണെന്ന് നമ്മൾ തോന്നും, പക്ഷെ അവരെന്താണ്, ഡീവിയേറ്റഡ് ആണ്. ഈ ഒരു കേസ് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ, വീക്ക് ചിൽഡ്രന്റെ ഡീവിയേഷൻ പറയണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ദിവസം നമ്മൾ ഈ ക്ലാസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തു, ഒരു പാരന്റ് കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്തു, ഒരു പെൻസില്, നല്ലൊരു പെൻസില് നല്ല രീതിയിൽ ഷാർപ്പൊക്കെ ചെയ്ത് കുട്ടിക്ക് കൊടുത്തു വിട്ടു. ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ, KG സെഷൻ ആണ്, ഫസ്റ്റ് ഡേ. അത് അവന് മിസ്സായിട്ടാണ് അവൻ വന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നല്ല വഴക്ക് പറഞ്ഞു, നീ ആദ്യത്തെ ദിവസം തന്നെ ആ പെൻസിൽ കൊണ്ട് കളഞ്ഞു, അവിടെ എഴുതിയിട്ട് പോലും ഉണ്ടാവില്ല, നീ അത് എന്ത് ചെയ്തു, ഞാൻ തന്ന പെൻസിൽ നശിപ്പിച്ചു, നീ അത് എന്ത് ചെയ്യാ, കൂട്ടുകാരന്റെ അടുത്തുനിന്ന് അല്ല എന്താന്ന് വെച്ചാല് പുതിയ പെൻസിൽ കൊടുത്തു. അന്നത്തെ ദിവസം എന്ത് ചെയ്തു, പുതിയ പെൻസിൽ കൊടുത്തു. രണ്ടാമത്തെ ദിവസവും ഈ കുട്ടി പോയപ്പോ പെൻസിൽ മിസ്സായപ്പോ അവന് എന്താണ്, തിരിച്ചു വന്നിട്ട് അച്ഛൻ ചോദിച്ചു പെൻസിൽ എന്തെങ്കിലും ചോദിച്ചപ്പോ ഞാൻ കൂട്ടുകാരന് എഴുതാൻ കൊടുത്തിരിക്കുകയാണ്, അവൻ നാളെ തരും എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ദിവസം അച്ഛൻ ഒന്നും വഴക്കൊന്നും പറഞ്ഞില്ല, നാളെ അവന്റെ നിന്ന് വാങ്ങിച്ചിട്ട് വരണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മൂന്നാമത്തെ ദിവസം ഇവൻ ക്ലാസ്സിൽ ചെന്നു, അവനെ പെൻസിൽ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. അവൻ എന്ത് ചെയ്തു, വൈകുന്നേരം തിരിച്ചു പോരുന്നതിന് മുമ്പായിട്ട് അവൻ എന്ത് ചെയ്തു, അവൻ ഒരു കുട്ടിയുടെ പെൻസിൽ എടുത്തുകൊണ്ട് പോകും. അവൻ മറ്റൊരു കുട്ടിയുടെ അറിയാതെ എടുത്തുകൊണ്ട് പോകുന്നു, അതിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോ ഈ പാരന്റ് ചോദിച്ചപ്പോ പെൻസിൽ ഏതാന്ന് പറഞ്ഞ് കാണിച്ചപ്പോ പാരന്റിന് മനസ്സിലായി പെൻസിൽ മാറിയിട്ടുണ്ട്. കാരണം അവന്റെ പെൻസിലല്ല കൊണ്ടുവന്നിരിക്കുന്നത്, കുട്ടികളെ അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു, അവന്റെ പെൻസിലല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കുട്ടി എടുത്ത കുട്ടിയുണ്ടല്ലോ, മറ്റൊരു കുട്ടി, അവരുടെ പാരന്റ്സ് എന്ത് ചെയ്തു, ടീച്ചറിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു. കുട്ടിയാണ് അവർ ഐഡന്റിഫൈ ചെയ്തു, ഇന്ന കുട്ടി ഇവന്റെ പെൻസിൽ എന്ത് ചെയ്തു, മോഷ്ടിച്ചിട്ടുണ്ട്, സ്റ്റീൽ ചെയ്തിട്ടുണ്ട് എന്ന് ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ രണ്ട് പാരന്റ്സിനെയും കോൾ ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോ ശരിക്കും ആദ്യം ഈ കുട്ടി എന്തുകൊണ്ടാണ് ആദ്യം അവൻ കള്ളം പറഞ്ഞു അല്ലേ, കൂട്ടുകാരനെ എഴുതാൻ കൊടുത്തിരിക്കാന്ന് കള്ളം പറഞ്ഞു. രണ്ടാമത്തെ ദിവസം അവൻ എന്ത് ചെയ്തു, സ്റ്റീൽ ചെയ്തു. ഇതിന്റെ ശരിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആരായിരുന്നു, കുട്ടിയായിരുന്നു, പാരന്റ് ആയിരുന്നു. കാരണം അവന്റെ അച്ഛൻ അത്ര സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് അവൻ ആ ഒരു ഏജില്, സാധാരണയാണ് നോർമലിയാണ് നമുക്കൊക്കെ അറിയാം, ഒരു 3 or 4 years ഉള്ള കുട്ടിയുടെ പാരന്റ്സിന് അറിയാൻ പറ്റും എല്ലാ ദിവസവും നമ്മൾ പുതിയ പെൻസിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണത്, അത് നോർമലാണ്, അവർ കഷ്ടപ്പെട്ട് പോകും, അത് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ മാറും. പക്ഷെ ഈ പാരന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ അവരോട് പെരുമാറിയത് കൊണ്ടാണ് അവൻ ആദ്യം ലൈ ചെയ്തു, കള്ളം പറഞ്ഞു. പിന്നെ ആ സ്റ്റീലിങ്, മോഷ്ടിക്കുകയും ചെയ്തത് ഈ പാരന്റിന്റെ പ്രശ്നമാണ്. പിന്നെ ഈ കുട്ടികളെ ഇവനെ കാണുമ്പോൾ നല്ല ഗുഡ് ചിൽഡ്രൻ ആണെന്നൊക്കെ തോന്നിയെങ്കിലും പക്ഷെ അവൻ ഭയങ്കര മടിയനാ, ഒരു കാര്യവും ചെയ്യാനോ അല്ലെങ്കിൽ അതേ ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ള ആളാണ്. പിന്നെ അതേപോലെ മുതിർന്നവരെ ഭയങ്കര പേടിയാ, അഡൽട്ടിനെ ഭയങ്കരമായിട്ട് പേടിയാ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ പറയുന്ന ഒരു കാറ്റഗറിയാണ് ഇത് വീക്ക് ചിൽഡ്രൻ എന്ന് പറയും. എന്താണ് പറയുന്നത്, വീക്ക് ചിൽഡ്രൻ. നമുക്ക് നോക്കാം.
വീക്ക് ചിൽഡ്രൻ ദേ ആർ കൺസിഡേർഡ് ആസ് ഗുഡ് ചിൽഡ്രൻ. നമ്മള് വീക്ക് ചിൽഡ്രനെ നമ്മൾ കാണുമ്പോൾ അവർ നല്ല ഗുഡ് ആണെന്നൊക്കെ തോന്നും. ഹൗവർ ദേ ആർ ഡീവിയേറ്റഡ്. എന്നിരുന്നാലും അവരെന്താണ് ഡീവിയേറ്റഡ് ആയിരിക്കും. ദേ ആർ ലേസി, അത് മടിയന്മാരായിരിക്കും. സ്റ്റിക്കൻ ടു അഡൾട്ട് ആൻഡ് അഫ്രൈഡ് ഓഫ് എവറിത്തിങ് ന്യൂ. പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര അഫ്രൈഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. മുതിർന്നവരോ ഭയങ്കര പേടിയായിരിക്കും. ദേ മേ ഫോം ദ ഹാബിറ്റ് ഓഫ് ലൈഫ്. അവർക്ക് എന്തിന്റെ ഹാബിറ്റ്സ് ഉണ്ടാവും? ലൈഫ്, കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടാവും. ആൻഡ് സ്റ്റീലിംഗ് എന്ന് വെച്ചാൽ മോഷ്ടിക്കുന്ന സ്വഭാവം ഈ കുട്ടികളിൽ ഉണ്ടാവും. ദേ ആർ ഓഫ്റ്റൻ കൺസിഡേർഡ് ടു ബി എ സ്ലോ ലേണേഴ്സ്. അവർ പഠിക്കാനും പതുക്കെ പഠിക്കുള്ളൂ. സ്ലോ ലേണേഴ്സ് ആണ്. ഒരു കാര്യം പഠിക്കാനായിട്ട് ഭയങ്കരമായിട്ട് വീക്കാണ്. ദേ ആർ ഓഫ്റ്റൻ കൺസിഡേർഡ് ടു ബി സ്ലോ ലേണേഴ്സ്. പതുക്കെ പഠിക്കും, സ്ലോ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് നോട്ടി ചിൽഡ്രൻ, എന്താണ് വീക്ക് ചിൽഡ്രൻ എന്ന് മനസ്സിലായോ? ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് ചൈൽഡ് ആണ് ബ്രൈറ്റ് ചിൽഡ്രൻ. നമ്മൾ കാണുമ്പോൾ നല്ല കുട്ടികളാണ്, നന്നായിട്ട് പഠിക്കും, എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ അവർക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ ഈ റിയൽ വേൾഡിൽ നിന്ന് അവർക്ക് അവരുടേതായ ഒരു ഇമാജിനേറ്റീവ് വേൾഡിലാണ് ജീവിക്കാൻ അവർക്ക് കൂടുതൽ ഇഷ്ടം. മറ്റുള്ളവരോട് തല്ലുപിടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ശത്രുത ഉളവാക്കുന്ന സിറ്റുവേഷനോ ഒന്നും അവർ പോയി പെട്ടില്ല. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. അത് റിയാലിറ്റിയിൽ നിന്ന് ടേൺ ബാക്ക് ആണ്. അവർക്ക് റിയാലിറ്റിയിൽ നിന്ന് മാറി അവരുടെ ആ ഒരു ഫാന്റസി വേൾഡിൽ ജീവിക്കാൻ അവർ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് അവര് ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അവര് ഇപ്പൊ ഒരു എന്താണ് ഭയങ്കര റെസ്റ്റ്ലെസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല സ്മാർട്ടായിട്ട് ചെയ്യും, വർക്കൊക്കെ ചെയ്യും, പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്താണ് അവര് കൂടുതലായിട്ട് ടൈം എന്താണ് ഇമാജിനേറ്റീവ് ആയിട്ടായിരിക്കും, ഭയങ്കര ഇമാജിനേറ്റീവ് ലോകത്തായിരിക്കും അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ബ്രൈറ്റ് ചിൽഡ്രൻസ് ആരാണെന്ന്. ദീസ് ചിൽഡ്രൻസ് ആർ വെരി ഇമാജിനേറ്റീവ്. ഭയങ്കരമായിട്ട് ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് ആര് ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ദേ ഹാവ് എ വേൾഡ് ഓഫ് ദെയർ ഓൺ. അവർക്ക് അവരുടേതായ ഒരു വേൾഡ് ഉണ്ടാവും. ചിലപ്പോ റിയൽ വേൾഡിൽ കിട്ടാത്ത സ്നേഹവും കെയറും അവർക്ക് ആ ഒരു ഇമാജിനേറ്റീവ് വേൾഡിൽ അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇമാജിൻ ചെയ്ത് അവർക്ക് സ്നേഹവും കെയറും കിട്ടുന്നുണ്ടെന്ന് അവർ ഇമാജിൻ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു റിയൽ വേൾഡിൽ നിന്ന് അവർക്ക് ആ ഇമാജിനേറ്റീവ് വേൾഡിലേക്ക് ഇഷ്ടം കൂടുതൽ. They have chosen neither to fight nor give into hostile condition. മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യാനോ അതേപോലെ ഹോസ്റ്റൽ കണ്ടീഷൻ, ശത്രുത ഉളവാക്കുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനോ അവർ മുൻകൈ എടുക്കില്ല. They have turned their back to reality. അവർക്ക് എപ്പോഴും റിയാലിറ്റിയിൽ നിന്ന് ഒളിച്ചോടണം എന്നുള്ളൊരു ചിന്തയായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. ആൻഡ് ആർ ലിവിങ് ഇൻ their own fantasies. അവർ അവരുടേതായ ഫാന്റസിയിൽ ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം. They are റെസ്റ്റ്ലെസ്. അവർക്ക് എന്താണ് വിശ്രമം ഉണ്ടാവില്ല. കാരണം അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ മൈൻഡ് എപ്പോഴും എങ്ങനെയായിരിക്കും, ആ ഒരു ഇമാജിനേറ്റീവ് വേൾഡിൽ തന്നെ ആയിരിക്കും അവർ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നത്. ആ ഒരു ഇമാജിനേറ്റീവ് വേൾഡിൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കുട്ടികളായിരിക്കും ആര് ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. പക്ഷെ പുറത്തുനിന്നുള്ളവർക്ക് പെട്ടെന്ന് ഒന്നും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല ഈ ബ്രൈറ്റ് ചിൽഡ്രൻസിനെ. കാരണം അവരെല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. ഈ ബ്രൈറ്റ് ചിൽഡ്രൻസിന്റെ ക്യാരക്ടറാണ് ഇൻട്രോവേർട്ടുകളായിരിക്കും, കുറച്ച് ഇൻട്രോവേർട്ടുകളായിരിക്കും. ഓക്കെ, കുറച്ച് എന്തായിരിക്കും, ഇൻട്രോവേർട്ടുകളായിരിക്കും. ഉൾവലിഞ്ഞൊരു പ്രകൃതമായിരിക്കും. പെട്ടെന്ന് ആരോടും കമ്പനിയൊന്നും വരില്ല. കുറച്ച് ഉൾവലിഞ്ഞ പ്രകൃതമാണ്. നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും കുറച്ചൊരു സ്പേസ് അവരുടെ സ്പേസിലേക്ക് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെല്ലാനായിട്ട് പറ്റില്ല. അവർ അവരുടേതായ ബൗണ്ടറീസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ അവർക്ക് റിയൽ വേൾഡിൽ അവർക്ക് കിട്ടാത്ത സ്നേഹവും കെയറും ഒക്കെ അവരുടെ ഇമാജിനേറ്റീവ് വേൾഡിൽ അവർക്ക് കിട്ടുന്നതായിട്ട് അവർ ഇമാജിൻ ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് എന്താണ് ഡീവിയേഷൻ എന്നും ക്ലാസസ് ഓഫ് ഡീവിയേഷൻ എന്നാണ്. ക്ലാസസ് ഓഫ് ഡീവിയേഷനിൽ മെയിൻ ആയിട്ട് 3 ക്ലാസസ് ഓഫ് ചിൽഡ്രൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നോട്ടി ചിൽഡ്രൻസ് ഭയങ്കര വികൃതി വെച്ചാല് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആർക്ക്, നോട്ടി ചിൽഡ്രന്. അവർ മുതിർന്നവർ പറയുന്നത് അനുസരിക്കില്ല. അതേപോലെ ഭയങ്കര ദേഷ്യം വരുന്ന ആൾക്ക് ക്യാരക്ടറാണ്. മറ്റുള്ളവർ ഉപദ്രവിക്കുക, മറ്റു കുട്ടികളോട് ക്രൂവാലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുക, അവർ ഉപദ്രവിക്കുക. ആ സമയത്ത് അവരുടെ മൈൻഡ് തന്നെ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. ദെൻ അനിമൽസും അവരുടെ പെറ്റ് അനിമൽസിനോടൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് ഉപദ്രവിക്കുന്ന ടൈപ്പ് ക്യാരക്ടറാണ്. അവരുടെ മൂവ്മെന്റ്സ് നമുക്ക് വിചിത്രമായിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളാണ് ഈ കുട്ടികൾക്ക്. വീക്ക് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ നമ്മൾ ഗുഡാണ്, നല്ല കുട്ടികളാണെന്നൊക്കെ തോന്നും. പക്ഷെ അവർ മടിയന്മാരാണ്. മുതിർന്നവരെ ഭയങ്കര പേടിയായിരിക്കും. പുതിയതായിട്ട് കാര്യം ചെയ്യാൻ പറയുമ്പോഴും അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അവർ കണ്ടുവരുന്ന 2 ക്യാരക്ടറാണ് ലൈയിങ് ആൻഡ് സ്റ്റീലിംഗ്. മോഷ്ടിക്ക് കള്ളം പറയുന്നതൊക്കെ സ്വഭാവം അവരിൽ കോമൺ ആണ്.
ദെൻ സ്ലോ ലേണേഴ്സ് ആണ്. അപ്പൊ അതൊക്കെ അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുള്ളൂ. ദെൻ ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാല് എൻ്റർലി ഡിഫറെന്റ് ആണ്. നല്ല കുട്ടികളാണ്, നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവർ അവരുടേതായ ഇമാജിനേറ്റീവ് വേൾഡിൽ ജീവിക്കാനാണ് അവർ കൂടുതൽ ടൈമും ഇഷ്ടപ്പെടുന്നത്. അവർക്ക് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരുടെ ഇമാജിനേറ്റീവ് വേൾഡിലേക്ക് പോകും. ഇപ്പൊ എന്തെങ്കിലും നമ്മള് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവരുടേതായ ഇമാജിനേറ്റീവ് വേൾഡിലേക്ക് അവരെന്ത് ചെയ്യും, അവരുടെ മൈൻഡ് പോകും. സോ അവരെന്ത് ചെയ്യില്ല, ഫൈറ്റ് ചെയ്യില്ല, അതേപോലെ എന്താ പറയാ ഹോസ്റ്റിൽ ശത്രുത ഉളവാക്കുന്ന സിറ്റുവേഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. അവർക്ക് ഈ റിയാലിറ്റിയോട് അവർക്ക് അത്ര ഇഷ്ടമായിരിക്കില്ല. അവരുടെ ഇമാജിനേറ്റീവ് ഫാന്റസി വേൾഡിൽ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിരിക്കും അവര് ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോ അവൻ എന്ത് ചെയ്യാണ്, കണ്ണടച്ച് ചിലപ്പോ കുറെ നേരം കിടക്കായിരിക്കും, എന്നാലും അവൻ എന്ത് ചെയ്യായിരിക്കും, ചിന്തിച്ചുകൊണ്ടേ ഇരിക്കായിരിക്കും. അവന് ഒരു വിശ്രമം ഇല്ല. ബ്രൈറ്റ് ചിൽഡ്രൻസിന്റെ പ്രശ്നമാണ് വിശ്രമം ഇല്ലാത്തൊരു കുട്ടികളാണ്. കാരണം അവര് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങൾ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന സമയങ്ങൾ ഫുള്ളും അവരെന്തായിരിക്കും, ചിന്തകളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായോ? നോട്ടി, വീക്ക്, ബ്രൈറ്റ് ചിൽഡ്രൻസ് ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്, സെറ്റ് അല്ലേ? നോക്കിട്ട് റീഡ് ചെയ്യട്ടോ. ഡീവിയേഷൻ മുതൽ ബ്രൈറ്റ് ചിൽഡ്രൻ വരെ റീഡ് ചെയ്ത് നോക്കട്ടോ. മാം, ഈ നോട്ടി ചിൽഡ്രന്റെ സെക്ഷൻ പറഞ്ഞപ്പോഴാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഈ നോട്ടി ചിൽഡ്രന്റെ മാം പറഞ്ഞു തന്നപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. പറഞ്ഞോടാ. അത് ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടായിരുന്നു ആക്ടർ സുരഭിയുടെ. നമ്മുടെ ആ AMR ഒക്കെ ഇല്ലേ, അതിലെ സുരഭി ഇല്ലേ, ഒരു ആക്ട്രസ് ഇല്ലേ, അവരെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും ഒരു സൈക്കോയാണെന്ന്. എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് അതൊരു നോട്ടി ചിൽഡ്രന്റെ സെക്ഷൻ ആണെന്ന്. അതെന്ന് വെച്ചാല് അവള് 3 വയസ്സിൽ സ്കൂളിലൊന്നും പോവില്ല. കാരണം സ്കൂളിൽ പോയിട്ട് ഫുള്ള് കുത്തക്കിട അതൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും എനിക്ക് കോമൺ തോന്നുന്നു. ഏറ്റവും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ വിഷയം എന്ന് വെച്ചാല് ഇങ്ങനെ പോകുമ്പോൾ ഈ കളറിൽ മുക്കിയ കോഴിക്കുട്ടികൾ ഉണ്ടാവില്ലേ, ആ കോഴിക്കുട്ടികളെ ഇങ്ങനെ വാങ്ങി കൊണ്ടുവന്നിട്ട് അതിന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതിന്റെ തല പൊട്ടിച്ചളയായിരുന്നു എന്ന് പറയുന്നു. ആ മാം കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ കേൾക്കുമ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കും. പക്ഷെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു സൈക്കോയാണ് അങ്ങനെ ആയത്. പക്ഷെ എനിക്ക് തോന്നി ഇപ്പൊ ഈ നോട്ടി ചിൽഡ്രന്റെ സെക്ഷനിൽ വരുന്നതായിരിക്കും അത്. ഞാൻ വിചാരിച്ചു സൈക്കോ. പക്ഷെ അവളത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് കളിക്കായിരുന്നേന്ന്. അത് നമ്മളില്ലേ, അത് എന്താ പറയാ, നമ്മുടെ ഡീവിയേഷൻ ആണ്. ആ കുട്ടിക്ക് സംഭവിച്ചത് ഡീവിയേഷൻ ആണ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് പാടാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ വിചാരിക്കാം നമ്മൾ വികൃതിയാണ് അല്ലെങ്കിൽ കുറുമ്പാണ് എന്നൊക്കെ വിചാരിക്കാം, സൈക്കോ ആണെന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അത് ടൈപ്പ് ഓഫ് ഡീവിയേഷനിൽ വരുന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോ നമുക്കിപ്പോ ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഡീവിയേഷൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നോട്ടി ചിൽഡ്രന്റെ കേസ് ആണെന്ന് വിചാരിക്കും, അവർക്ക് വേറെ ഏതെങ്കിലും സ്പോർട്സോ കാര്യങ്ങളോ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു നോട്ടിനെസ്സും ആ ഒരു അഗ്രസീവ്നെസ് ഒക്കെ ഈ ഒരു സ്പോർട്സിന്റെ ഇതിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി കൺട്രോൾ ആയിട്ട് മാറും.
എന്താ പറയുന്നത്, ഞാൻ പറയാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി പറയാം കേട്ടോ. റീഡ് ചെയ്തോ. നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ഈ നോട്ടി ചിൽഡ്രൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് അവരോട് ദേഷ്യം ഒന്നും വിടരുത്. കാരണം അവരുടെ ക്യാരക്ടർ അല്ല, അവരുടെ റിയൽ ക്യാരക്ടർ അല്ല അവനാ പ്രകടിപ്പിക്കുന്നത്, ഡീവിയേഷൻ ആണ്. അത് മാറ്റി നോർമലൈസ്ഡ് ആക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? നമ്മൾ ഓരോരുത്തർക്കാണ്. അത് ഐഡന്റിഫൈ ചെയ്യും, അത് നോർമലൈസ്ഡ് ആക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കാണ്. ഇത്രയും നാള് നിങ്ങൾ വിചാരിക്കില്ലേ, ക്ലാസ് നമ്മൾ പറയില്ലേ, ചില ടീച്ചേഴ്സ് ഒക്കെ പറയുന്നതായിരിക്കും, സാധാരണ നോർമൽ ടീച്ചേഴ്സ് പറയും ഭയങ്കര അഗ്രസീവ് ആണ്, ആരെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾക്ക് പറ്റും. നമുക്ക് അവന് കിട്ടാത്തത് എന്താണ്? സ്നേഹമാണെങ്കിൽ സ്നേഹമായി ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ആ കെയർ കാര്യങ്ങളും അവന്റെ കൂടുതൽ അറ്റൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? നോർമൽ ചൈൽഡാക്കി മാറ്റാനായിട്ട് പറ്റും. ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും, നോട്ടി ചിൽഡ്രൻ ആണ് നമ്മുടെ ക്ലാസ്സിലെങ്കിൽ അവനെ നമുക്ക് ലീഡർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെയും അവന്റെ അഗ്രസീവ്നെസ്സും കാര്യങ്ങളും കുറയും. ക്ലാസ് ലീഡർ ആക്കിയാൽ മതി. ജസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ക്ലാസ് ലീഡർ ആക്കാണ്, ഫുൾ കാര്യങ്ങൾ അവൻ തന്നെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ അഗ്രസീവ്നെസ് കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലാതെ നമുക്ക് മറ്റു രീതികളിലും അവനെ നോർമൽ ചൈൽഡാക്കി മാറ്റാനായിട്ട് പറ്റും. നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്യാം കേട്ടോ എല്ലാവരും. റീഡ് ചെയ്ത് കഴിഞ്ഞോ? മാം ഒരു സംശയം ചോദിച്ചോട്ടെ? എന്റെ മോന് ഒരു നോട്ടി ചിൽഡ്രൻ ആണ്. അവൻ കടിക്കുകയൊക്കെ ചെയ്യും. സ്നേഹം കൂടിയാ കടിക്കും, ദേഷ്യം വന്നാൽ കടിക്കും, എല്ലാത്തിനും കടിയാണ്. ഭയങ്കര ചാട്ടം പോലെ ഞാനും ഓർക്കാറുണ്ട്. ദൈവമേ, ഒരു രക്ഷയില്ലല്ലോ ഇതിനൊന്ന് മേഞ്ഞെടുക്കാൻ. ഭയങ്കര പാടാണ് ആള്. ഭയങ്കര ദേഷ്യം വന്നാൽ ദേഷ്യം തീരുന്ന വരെ നമ്മളെ ഉപദ്രവിച്ചോണ്ടിരിക്കും. ഓക്കേടാ. ഹസ്ബൻഡ് അടുത്തുണ്ടോ? ഇല്ല ഇല്ല എറണാകുളത്താണ്. വല്ലപ്പോഴും അങ്ങനെ വന്നു പോകത്തേ ഉള്ളൂ. അങ്ങനെയാണല്ലേ. അവന് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അച്ഛന്റെ സ്നേഹം കിട്ടാത്തതാ. അതെന്താ സംഭവം അറിയാവോ? കാരണം ആ വളർന്നു വരുന്ന ടൈമാണല്ലോ. അവർക്ക് ആ ഒരു കുട്ടികൾ പറയും, എന്റെ അച്ഛൻ എന്റെ അടുത്ത് കൊണ്ടുപോയി, എന്റെ അച്ഛനെ ഇന്നത് വാങ്ങിച്ചു തന്നു, അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റു കുട്ടികൾ അവനോട് പറയുമല്ലോ. അച്ഛനായിരിക്കും ചിലപ്പോൾ ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം ഞാൻ ഇത് മെയിൻ ആയിട്ട് കാണുന്നത് പുറത്ത് എന്താണ് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പാരന്റ്സ് ആണെങ്കിലാണ് ഈ ഒരു പ്രശ്നം കാണുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ ടൈം അവനായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നോട്ടിനെസ്സും കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മോള് തിരിച്ചായി മോള് സൈലന്റ് ആയി, ഒരുമാതിരി ഒതുങ്ങിക്കൂടി. അവൾക്ക് അച്ഛൻ കെയർ കിട്ടാത്തതിന്റെ ഡീവിയേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന് നോട്ടി ചിൽഡ്രനായിട്ട് മാറി, മറ്റൊന്ന് വീക്ക് ചിൽഡ്രനായിട്ട് മാറി. കാരണം രണ്ടുപേർക്കും കറക്റ്റ് നമ്മൾ പറയില്ലേ, പാരന്റ്സിന്റേതായ ആ കെയറും ലവും നമുക്ക് ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ അവർ ഡീവിയേറ്റഡ് ആയി പോകും. നമ്മൾ ഒറ്റയ്ക്ക് രണ്ടുപേരുടെയും കൂടി അച്ഛന്റെയും അമ്മയുടെ സ്നേഹം നമുക്ക് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പരിധി വരെ നമുക്ക് പറ്റും. പക്ഷെ നമുക്ക് കൂടുതൽ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇപ്പൊ എന്ത് ചെയ്യാൻ നോക്കാന്ന് വെച്ചാൽ മോന്റെ കേസിലാണ് പ്രശ്നം. വീക്ക് ചിൽഡ്രനെ നമുക്ക് ഓവർകം ചെയ്തെടുക്കാം. ഹസ്ബൻഡിനോട് കൂടുതലായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ പറയാ, സംസാരിക്കാൻ പറയാം, അവനോട് കാര്യങ്ങൾ സംസാരിക്കാൻ ഇരിക്കില്ല മാം. സംസാരിക്കാനായിട്ട് ഫോണില് അവന് ഇരിക്കില്ല. അവന് ഓടും. അവന് ഓട്ടം ചാട്ടം ആ സമയത്ത് ഭയങ്കര ഇതാ. ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്, കോട്ടയം. ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോവാനുള്ള ഇല്ല, അങ്ങനെയില്ല. ഇല്ല, അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഇവിടെ തന്നെ പറ്റത്തുള്ളൂ. ആണല്ലേ. ആ ഒരു പ്രശ്നമാണ് അവർക്ക്. ആ ഒരു മിസ്സിങ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഡീവിയേറ്റഡ് ആവുന്നത് കേട്ടോ. അവന് ഇതില് നമ്മള് എന്താ, അവന്റെ റിയൽ ക്യാരക്ടർ അല്ല, അവന് ആ ഒരു കെയർ സ്നേഹമൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ അവൻ മാറിക്കോളും. ഓക്കെ മാം. ഓക്കെ, എല്ലാവരും വായിച്ചു നോക്കിയോ ഡീവിയേഷൻസ്? മനസ്സിലായോ? നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആണ്. ടൈം കഴിയാറായോ? ഓക്കെ, ഞാൻ ഡീവിയേഷൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ കൂടുതൽ ടൈം എടുക്കും.
സോ നമുക്ക് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എന്താണ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. മോണ്ടിസോറി ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡീവിയേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നോട്ടി, വീക്ക്, ബ്രൈറ്റ് ചിൽഡ്രൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് പറയുന്നുണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്ന് വേറെ ഡിഫറെന്റ് ആണ്, കളർ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വരുമ്പോൾ നമ്മളുടെ ഈ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഒക്കെ കാണുമ്പോൾ അവർ കുറച്ച് ക്വൈറ്റ് ആവും, കുറച്ച് സൈലന്റ് ആവും. ആദ്യം ചിലപ്പോൾ നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവര് എന്താണ് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അവര് റിപ്പീറ്റ്ലി നമ്മള് ആ മെറ്റീരിയൽസ് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവരുടെ മറ്റു കുട്ടികൾ എന്നുവെച്ചാല് ഓൾറെഡി വൺസ് ഈ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ അപ്പൊ അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നും, അവർക്കും ഈ വർക്ക് ചെയ്യാമെന്ന് താല്പര്യം തോന്നും. സോ അവരും എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ വർക്കും കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങും. അവർ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ്. ഈ മെറ്റീരിയൽസിൽ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അവർക്ക് കൺട്രോൾ ആൻഡ് ഫസ്റ്റ് കിട്ടുന്നത് ഈ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അവരുടെ മൂവ്മെന്റ്സിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അവർക്ക് എന്ത് ചെയ്യണം, അക്യൂർ ചെയ്യണം. ദെൻ അവർക്ക് ആ ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അവർക്ക് തന്നെ അക്യൂർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഈ കോൺസെൻട്രേഷൻ കാര്യങ്ങളും എന്ത് ചെയ്യും, കൂടുതലായിട്ട് കിട്ടും. കോൺസെൻട്രേഷൻ കിട്ടുമ്പോൾ അവർക്ക് വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അവരുടേതായ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് കോൺട്രാക്ട് വരുമ്പോൾ അവരുടെ ഡീവിയേഷൻസും കാര്യങ്ങളും എന്തായി മാറും, എലിമിനേറ്റ് ആയി മാറും. അങ്ങനെ ഡീവിയേഷൻസും കാര്യങ്ങളും പോകുമ്പോൾ അവർക്ക് മെന്റൽ കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, ഒബീഡിയൻസ്, ഡിസിപ്ലിൻ, പേഷ്യൻസ്, അങ്ങനെയുള്ള നല്ല ക്വാളിറ്റീസ് ഈ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യും. അതേപോലെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്ന മറ്റൊരു ക്യാരക്ടറാണ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു തിങ്കിങ്ങും കാര്യങ്ങളും വരും. അവർ നല്ല ഐക്യത്തോടു കൂടിയായിരിക്കും നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്, വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇങ്ങനെ കുട്ടിയിൽ വരുന്ന ഈ ഒരു മാറ്റത്തെ മോണ്ടിസോറി ഡിസ്ക്രൈബ് ചെയ്യുന്ന പേരാണ് നോർമലൈസേഷൻ അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻ, അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്ന് പറയും, അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയും കേട്ടോ. സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ കുറച്ച് പേരിൽ പറയുന്നുണ്ട്. സൊസൈറ്റി ഓഫ് കൊഹീഷൻ, നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയും. നമുക്ക് ഇപ്പൊ തൽക്കാലം നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പഠിക്കാം. ഓക്കെ, നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറയാം. ആദ്യം ഒരു കുട്ടി മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ തന്നെ അവർ കുറച്ച് സൈലന്റ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ അവർക്ക് ഈ വർക്കും മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവർ ഈ മെറ്റീരിയൽസും കാര്യങ്ങളും വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അവരിൽ കോൺസെൻട്രേഷൻ ആൻഡ് കൺട്രോൾ വരും, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. അതുവഴി അവർക്ക് കോൺസെൻട്രേഷനും നമ്മൾ പറഞ്ഞ ഒബീഡിയൻസ്, സെൽഫ് ഡിസിപ്ലിൻ, പേഷ്യൻസ്, മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് റെസ്പെക്ട് എന്ന് പറയുന്ന ക്യാരക്ടർ ഒക്കെ അവർക്ക് പതുക്കെ എന്ത് ചെയ്യും, ഡെവലപ്പ് ആകും. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഭയങ്കരമായിട്ട് എന്താണ് നോക്കിച്ചില്ലെന്നുണ്ടെന്ന് വിചാരിക്കും, ഭയങ്കര വികൃതിയാണ്, ഒന്നും ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചില ടീച്ചേഴ്സ് പറയും അവിടെ എഴുതുന്നത് പോലും വ്യക്തമല്ല ടീച്ചറെ, ഒന്നും വായിക്കാനും കൂടി പറ്റുന്നില്ല, അവരുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഡ്രോയിങ്, വരയ്ക്കാനായിട്ട് കൊടുക്കാം. അപ്പൊ വരയ്ക്കുമ്പോൾ ആ ലൈൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ വരയ്ക്കുന്നുണ്ടെങ്കിൽ ദെൻ നമുക്ക് അവർക്ക് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്, മൂവിങ് ആൽഫബറ്റ്സ്, ആൽഫബറ്റ് ചാർട്ട് ഒക്കെ വെച്ച് നമുക്ക് ആൽഫബറ്റ്സ് കാര്യങ്ങൾ സെൻസ് ചെയ്യിപ്പിക്കാം, മനസ്സിലാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യാം, എഴുതിച്ചു തുടങ്ങാം. സപ്പോസ് നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് അവർ പ്രോപ്പറായിട്ട് ഡ്രോ ചെയ്യുന്നില്ല, കുത്തി വരച്ചിരുന്നു, ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു, അതൊരു ഭയങ്കര അഗ്രസീവ് ആണെങ്കിൽ അവന് വീണ്ടും എന്തെന്നെ കൊടുക്കുക, ഡ്രോ ചെയ്യാനുള്ള ഷീറ്റ്സും കാര്യങ്ങളും ക്രയോൺസും കൊടുക്കുക. അവര് അത് ഡ്രോ ചെയ്ത് കണ്ടിന്യൂസ്ലി ചെയ്യുന്നതിലൂടെ അവൻ അതിൽ അത്യാവശ്യം നല്ല രീതിയിലാകും. റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവൻ കറക്റ്റ് ആയിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവന് പറഞ്ഞ മെറ്റീരിയൽസ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ടൈപ്പ് ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ചെറിയ പോയിന്റ് അല്ല, ഒത്തിരി ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസും ഒന്നും കൂടി ഡീവിയേഷൻ എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഒരു പോയിന്റ് കണ്ടിന്യൂഷൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷനിൽ സൈക്ലിക് ഫ്യൂഗ്, സൈക്ലിക് ബാരിയർ, അറ്റാച്ച്മെന്റ്, പൊസസീവ്നെസ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഫിയർ, ലൈ, അങ്ങനെ കുറച്ച് എന്താണ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ ഡീവിയേഷൻ ക്ലിയർ ആണല്ലോ. ഡീവിയേഷൻ എന്താന്ന് മനസ്സിലായില്ലേ? കുട്ടികളെ കാണുമ്പോ അവര് ഡീവിയേറ്റഡ് ആണോ അല്ലെങ്കിൽ നോർമൽ ആണോ
ഇനി ഡീവിയേറ്റഡ് ആണെങ്കിൽ അത് ഏത് കാറ്റഗറി ഓഫ് ഡീവിയേഷൻ ആണ്, നോട്ടി ആണോ, വീക്ക് ആണോ, ബ്രൈറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നമ്മളിൽ തന്നെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളുടെ സ്വന്തം നമ്മുടെ ക്യാരക്ടർ നോക്കാം, നമ്മുടെ ബ്രൈറ്റ് ആണോ, നോർമൽ ചൈൽഡ് ആണോ, ഡീവിയേറ്റഡ് ആണോ എന്നുള്ളത് നിങ്ങളത് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് പറ്റും. ഓക്കെ മാം, അത് ഡീവിയേഷൻ ഉള്ള ആൾക്കാരിലല്ലേ, അല്ലാത്ത ആൾക്കാരില് നോർമൽ ഓക്കെ അല്ലേ? എന്താണ് ഡീവിയേഷൻ ഉള്ള ആൾക്കാരുടെ ക്ലാസിഫിക്കേഷൻ അല്ലേ അത് പറയുന്നത് മാം? അതെ, നോർമൽ ആയിട്ടുള്ള ആൾക്കാര് ഈ ക്ലാസിഫിക്കേഷനിൽ പെടുന്നില്ല. ഓക്കെ മാം. പിന്നെ മാം, ഇത് ആഫ്റ്റർ 3 years ഉള്ള കുട്ടികളെ, ഇപ്പൊ കുഞ്ഞു മക്കളിൽ അധികം ആൾക്കാർക്ക് ഈ അടിക്കേണ്ട ആ ദേഷ്യം വരുമ്പോ അടിക്കുകയും സാധനങ്ങളൊക്കെ വലിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്യില്ലേ? അത് നോർമൽ ആടാ. ഒരു 3 years 2.5 years ഒക്കെ വരെ കുട്ടികൾ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ക്യാരക്ടർ. അത് മാറും 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നോർമൽ ചൈൽഡ് ആയിട്ട്. ഇപ്പൊ നേഴ്സറിയിലൊക്കെ പോയി തുടങ്ങൂലേ, നേഴ്സറിയിലൊക്കെ പോയി തുടങ്ങുമ്പോഴേക്കും അവരുടെ ക്യാരക്ടർ മാറണം KG സെഷനിലേക്ക് വരുമ്പോൾ. അങ്ങനെ മാറിയില്ലെങ്കിൽ അതൊരു ഡീവിയേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കേടാ, നല്ല കാര്യം. ഒക്ടോബർ 4th പ്രാക്ടിക്കൽ ക്ലാസ് ഡ്രൈവിംഗ് നല്ലതാണ് കേട്ടോ. പറഞ്ഞാൽ മതി നിങ്ങൾ ഏത് ബാച്ച് ആണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാവും കേട്ടോ. മാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആര് പറഞ്ഞോടാ? അതെ, ഈ നോട്ടി ചിൽഡ്രൻ ബ്രൈറ്റ് ചിൽഡ്രൻ, ഈ ബ്രൈറ്റ് നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുമ്പോഴും കൂടുതൽ ചിന്തകളിലോട്ടൊക്കെ പോകുമ്പോഴല്ലേ അവരിങ്ങനെ ബ്രൈറ്റ് ആയിട്ട് പോകുന്നത്? അവർ ഓവറായിട്ട് തിങ്ക് ചെയ്യും. ഇപ്പൊ എനിക്ക് പരിചയത്തിലുള്ള ബ്രൈറ്റ് ചിൽഡ്രൻ ഉണ്ട്. അവൻ കൂടുതലായിട്ട് നന്നായിട്ട് പഠിക്കണം, നല്ല ബുദ്ധിയും നല്ല കാര്യങ്ങൾ അവനൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവൻ ബ്രൈറ്റ് ചിൽഡ്രൻ ആണ്. ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാല് അവൻ കൂടുതൽ ടൈമോ സ്പേസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. സ്പേസ്, ബ്ലാക്ക് ഹോള്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി എന്താ പറയാ, അതിൽ കൂടുതലായിട്ട് അഡിക്റ്റഡ് ആണ്. ഓക്കെയാണ്. ഇപ്പൊ ഈ നോട്ടീസുള്ള ഞാൻ ഈ ടീച്ചർ അഡീഷന് പോയപ്പോ സ്കൂളില് ഒരു കുട്ടി മൊബൈലിന് ഭയങ്കര അഡിക്റ്റ് ആണ്. അപ്പൊ ആ കൊച്ചാണെങ്കിൽ മിസ്സുമാടേന്നൊക്കെ പുറകെ കടന്ന് ഇങ്ങനെ കരച്ചിലാണ്. പക്ഷെ അവന്റെ വീട്ടിൽ ചെറുപ്പം എന്നുള്ള കുഞ്ഞിനെ പോലെ മൊബൈല് കണ്ടിട്ട് അവൻ എപ്പോഴും അതിന് മാറുന്നില്ല. ഇപ്പോഴാണ് ആ കുട്ടി ഒന്നും കൂടി ഒന്ന് മാറി വരുന്നത്. അത് മറ്റേ ഡീവിയേഷന്റെ അഡിക്റ്റ് അല്ലേ? ചൈൽഡ് ആണ്. അവരുടെ വരുന്ന സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ ഒക്കെ അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. നമ്മൾ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ മറ്റുള്ളവരോട് പെരുമാറുന്നു, സോഷ്യൽ ഇന്ററാക്ഷൻസും കാര്യങ്ങളും വരുന്നു, അവർക്ക് ഡീവിയേഷൻസ് കുറയുന്നുണ്ടാവും. ഓക്കേടാ. ആരെയല്ലേടാ ബുക്ക് മറന്ന് റെക്കോർഡ് മറന്ന് വെച്ചിരിക്കുന്നത്? അതെ മാം, അടുത്ത ദിവസം വന്ന് എടുക്കുന്നുണ്ട്. മറ്റേ എന്റെ റെക്കോർഡ് കംപ്ലീറ്റ് ആയില്ല. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് നീ നോക്കട്ടെ. മറ്റേ ഇതിന് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറൊരു ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് മേടിക്കാന്നാണ് വിചാരിക്കണത്. ഓക്കേടാ, കളക്ട് ചെയ്യാട്ടാ റെക്കോർഡ്. മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും അത് എഴുതേണ്ട വരും. നല്ല ഓർമ്മയാണ്. ഓക്കെ ഞാൻ മേടിച്ചോളാം മാം. ഓക്കേടാ, താങ്ക് യു. 4ാം തീയതി വരാന്നാണ് വിചാരിക്കണം. പറ്റുമെന്ന് തോന്നുന്നില്ല, നോക്കട്ടെ. വരാൻ പറ്റുകയാണെങ്കിൽ വൈവയും കൂടെ അറ്റൻഡ് ചെയ്യാം. വെറുതെ അത്രയും എഫേർട്ട് എടുത്ത് തന്നെയല്ലേ. അറ്റൻഡ് ചെയ്തിട്ടില്ലാലോ? ഇല്ല, വൈവ് അറ്റൻഡ് ചെയ്യില്ല. അതിന്റെ മറ്റേ ഉണ്ടാക്കുന്ന ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഓക്കെ, നമ്മള് ഇപ്പൊ എത്ര ആക്ടിവിറ്റി വരെ ചെയ്തു എന്ന് പറയാമോ? സാൻഡ് പേപ്പർ, ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, ആൽഫബറ്റ് ചാർട്ട്, ബീസ്റ്റർ വരെ എത്തിച്ചു. ബീസ്റ്റർ വരെ എത്തിയിട്ടുണ്ട്. കളറിംഗ് ബോക്സ് ചെയ്തോ? പിങ്ക് ടവർ പറഞ്ഞില്ലല്ലോ ഞാൻ. പിങ്ക് ടവർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. ചെയ്തേണ്. അനിമൽസിന്റെ ബേർഡ്സിന്റെ ഒക്കെ ചാർട്ട് വൈവ് അറ്റൻഡ് ചെയ്യുന്നവരോട് ടീച്ചർ കാര്യം പറയാം. ആനിമൽസ് ബേർഡ് ചാർട്ട് പറഞ്ഞായിരുന്നു മാം? ഇല്ല അല്ലെ? അപ്പൊ അതൊക്കെ കളക്ഷൻ ബുക്കിൽ വന്നോളൂ. സെൻസ് ഓർഗൻസിന്റെയോ ചെയ്തിട്ടില്ല? ഓക്കെ, ഇത്രയും മതി. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഈ എന്താ പറയാ, ഈ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ചെയ്ത ചാർട്ടും ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒരു ഫോട്ടോ എടുത്തിട്ട് വേണം വൈവേക്ക് വരാൻ. ഇന്ന മെറ്റീരിയൽസ് എല്ലാം കൂടെ ഒരുമിച്ച് നിരത്തി വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത ഓർഡറിൽ വെച്ച് ഒരു ഫോട്ടോ, അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഓരോരോ ഫോട്ടോ എടുത്തിട്ട് വേണം വരാൻ. വൈവേ അറ്റൻഡ് ചെയ്യാൻ ടീച്ചർ ഉണ്ടാവും അല്ലേ? ആ ടീച്ചറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോട്ട് ഞാൻ ഇന്നലൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. ഓക്കെ ഓക്കെ മാം, നമ്മൾ പഠിച്ചതിനൊക്കെ ആയിരിക്കും വൈവ ചോദിക്കുന്നത്? അതേടാ, മെറ്റീരിയൽസിൽ നിന്ന് തന്നെ ആയിരിക്കും മിക്കവാറും. അക്കാഡമിക്സിലെ അതിൽ നിന്നായിരിക്കും കൂടുതൽ വൈവേ ചോദിക്കുന്നത്. നിങ്ങൾ വൈവേക്ക് ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. 100 മാർക്ക് 100 ഔട്ട് ഓഫ് 100 കിട്ടും എന്ന് വിചാരിക്കേണ്ട. 95 to 98 ആണ് ഏറ്റവും ബെസ്റ്റ് മാർക്ക്. 95 to 98 ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കിട്ടുന്ന മാർക്കാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ പെർഫോമൻസ് അനുസരിച്ച് കുറഞ്ഞു വരും. കൂടി നല്ലതായിട്ട് പെർഫോം ചെയ്താൽ 95 to 98 മാർക്ക് നമുക്ക് കൊടുക്കും. 100 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം അത്രയും നമുക്ക് കൊടുക്കാൻ പാടില്ലാണ്. സർട്ടിഫിക്കേഷൻ അതോറിറ്റിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്.
ഫുൾ 100 ഔട്ട് ഓഫ് 100 ചിലപ്പോ കിട്ടുന്നത്, ചിലപ്പോ തിയറിക്ക് ഭയങ്കര വീക്ക് ആയിട്ടുള്ള കുട്ടിക്കായിരിക്കും ചിലപ്പോൾ ഈ 100 കിട്ടുന്നത്. അപ്പൊ അവര് ഒന്നും കൂടി വൈവേ ചെയ്ത ടീച്ചറിനോട് ചോദിക്കും ഇത് എന്താണ് ഇങ്ങനെ, തിയറിക്ക് ഭയങ്കര വീക്ക് ആയിരിക്കും, എന്റെ വൈവയ്ക്ക് നല്ല മാർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ചിലപ്പോ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും, വൈവയുടെ സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും, തിയറിക്ക് ചിലപ്പോൾ അത്ര വീക്ക് ആയിരിക്കും. അത് കമ്പാരിറ്റീവ്ലി നോർമൽ ആണ്. എന്നിരുന്നാലും 100 പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് ബെസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 95 ആയിരിക്കും. 95 സെറ്റ് ആണ്, നല്ല മാർക്കാണ്. ഓക്കെ, അപ്പൊ വൈവയ്ക്ക് വരാം, അറ്റൻഡ് ചെയ്യാം, നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. ആ ടീച്ചറിനെ വൈവ ചെയ്യുന്ന ആരാണോ അവരെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് ഒടിഞ്ഞു കുത്തി വരാതെ നല്ല സ്മാർട്ട് ആയിട്ട് വന്നിട്ട് മാം എന്റെ പേര് ഇപ്പൊ റോഷ്നി കുഞ്ഞുമോ എന്നാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഞാൻ മോണ്ടിസോറി ഇന്ന ബാച്ച് ആണ്, എനിക്ക് ഒരു കോഴ്സ് ചെയ്തത്, അങ്ങനെയൊക്കെ തന്നെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഞാൻ ടീച്ചർക്ക് വൈബ് ചെയ്യുന്ന ടീച്ചർ ആയിരിക്കും. ഇംപ്രസ് ചെയ്യാം ടൈമിൽ ആ ടീച്ചറെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. ഓക്കെ, റെക്കോർഡിന്ന് ചോദിക്കില്ലല്ലോ അല്ലെ? പാരാലിക്സിന്ന് ചോദിക്കും. ആ പാരാലിക്സ് റെക്കോർഡ് ഇല്ലേ, 5th റെക്കോർഡ്, അതിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഉണ്ടാവല്ലേ? ഓക്കെ മാം, അപ്പൊ ഞങ്ങളെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് എളുപ്പമാണെന്ന് തോന്നില്ലേ മാം? പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പ്രാക്ടിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. അതിൽ നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? Yes, ma'am. Good morning, Abarna. And good morning to all my friends. Today's class was very informative and interesting. The way our teacher thought each topic was very easy to understand. Thank you, Miss. Now let's say a small thought of APJ Abdul Kalam. Study. Never stop studying, because studies are gifts such as investment. Life will keep giving returns. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.